നമ്മൾ നാട്ടുകാർക്ക് വ്യക്തമായ ആശങ്ക ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്ന് പറയുന്നു. ഇപ്പോൾ ആ കല്ലറയ്ക്കകത്ത് ഉണ്ടാകുന്ന പോലും സംശയമാണ്. കാരണം അത് പൊളിച്ച് നോക്കണം എന്താണെന്നുള്ളത്, എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ദുരൂഹത ഈ വിഷയത്തിൽ നിലനിൽപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ കൃത്യമായി ഞങ്ങൾ ജനങ്ങൾ നാട്ടുകാരെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ തിരോധാനം അറിയണം. അത് വയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞ് കിടപ്പിലായ മനുഷ്യൻ ഗുളിക കഴിച്ചു എന്ന് കഞ്ഞി കുടിച്ചു എന്ന് അവിടെ പോയിരുന്ന് പെട്ടെന്ന് സമാധിയാവാൻ പോകുന്നു എന്ന് പറയുന്നു. ഈ ഒരു വിഷയത്തിൽ തന്നെ നമുക്കൊരു ദുരൂഹത കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത് ഇപ്പോൾ നമ്മളെ രാജ്യത്തിൻ്റെ നിയമവാഴ്ചയ്ക്കുള്ളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കൃത്യമായി ഇതിനെതിരെ നടപടി സ്വീകരിക്കണം, എന്താണെന്നുള്ളത് കണ്ടെത്തണം. മാസത്തിൽ കൂടുതൽ കിടപ്പ് രോഗിയായിരുന്നതാണ്, കിടക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നമ്മൾ നാട്ടുകാരനുസരിച്ച് നമുക്ക് അറിയണം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വിഷയം ഒരു വർഗീയത എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. BHPയുടെയും RSSന്റെ നേതാക്കൾ വന്നുകൊണ്ട് കൃത്യമായിട്ട് ഒരു സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന് മൊത്തമായിട്ട് വർഗീയത പറയാം. ഈ പ്രശ്നത്തിന് മാച്ചു കളയാൻ വേണ്ടിയുള്ള പ്രശ്നമാണ്. ഇന്ന് ഈ വർഗീയത പറഞ്ഞതിലാണ് ഇന്ന് ഇത് പൊളിക്കാൻ പറ്റാത്തത്. ജില്ലാ കലക്ടർ വന്ന് പൊളിക്കാൻ വേണ്ടി, പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി എല്ലാ ഇതും കൊടുത്തതാണ്. അപ്പോൾ ഇവർ വന്ന് വർഗീയത, എല്ലാ ചാനലിൻ്റെ അടുത്തും വർഗീയത പറഞ്ഞു. വർഗീയവാദികൾ പരിസരത്ത് നമ്മളിവിടെ ഉള്ള നാട്ടുകാരാണ്. നമ്മളിവിടെ ഒന്നിച്ച് നല്ല രീതിയിൽ കഴിയുന്ന ആൾക്കാരാണ്. നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റുള്ള എല്ലാ മതസ്ഥരും നല്ല രീതിയിൽ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ പുള്ളിയെ നമുക്ക് കുറേ വർഷങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ മാർക്കറ്റിലൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്നേക്ക് നമുക്കത് എന്തായാലും അറിയാൻ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഇവർ ഈ മറ്റേ BHPയുടെ നേതാവ് വന്നിട്ട് പച്ച വർഗീയതനൂടെ പറഞ്ഞിട്ട് പോയത്. അതുപോലെ തന്നെ ഈ മരിച്ച ആളിൻ്റെ മകൻ അവിടെ പറഞ്ഞ് മുസ്ലിം തീവ്രവാദികളെന്ന് വിളിച്ചു. ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്, പച്ചക്കാണ് പറയുന്നത്. ഇന്ന് ഇത് കേട്ടിട്ട് പോലീസ് പോലും ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ഒന്നും മറുപടികളും പറഞ്ഞിട്ട് പച്ചക്കാണ് പറയുന്നത്, വർഗീയതയാണ് പറയുന്നത്. ഇത് പൊളിക്കാതിരിക്കുക, മനസ്സിലായില്ലേ? നമ്മൾ നാട്ടുകാരെന്ന് നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുക. അല്ല, നമുക്ക് വേറെ ഇതിലൊന്നും അറിയേണ്ട കാര്യമില്ല. പുള്ളിയെ നമുക്ക് അറിയാമെന്നുള്ള ആളാണ്, മാർക്കറ്റിൽ പണിയെടുത്ത ആളാണ്. പുള്ളി 6 മാസം കൊണ്ട് കിടപ്പ് രോഗിയാണ്. കിടപ്പ് രോഗി എന്തായാലും അവിടെ പോയി എണീറ്റ് അവിടെ അതിനകത്ത് പോയി ഇരിക്കുകയൊന്നുമില്ല. ഇത് എടുത്തുകൊണ്ട് അവിടെ വെച്ചതാണ്. അവരൊരു ഡേറ്റ് പറഞ്ഞ ഇന്ന ദിവസം ഞാൻ മരണപ്പെടുമ്പോൾ സമാധിയാവുമെന്ന് പറയുന്ന സമയത്ത് ഇവർ ആ സമയത്ത് തൂക്കി ആ കല്ലറയ്ക്കകത്തിരുത്തി സ്ലാബിട്ട് മൂടി. സംഭവിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ കുടുംബം പ്രതികരിച്ചത് നാട്ടുകാർക്ക് അവരുടെ എന്തോ ശത്രുത ഉണ്ടെന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ല, അങ്ങനെയുള്ള ശത്രുത ഒന്നും. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ ആരാധന നടത്താൻ വേണ്ടി അവർ ചോദിച്ചിരുന്നെന്നും അത് കൊടുക്കാത്തതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വിഷയം എന്നാണ് പറയുന്നത്. ഇതിലൊരു ദുരൂഹത എന്ന് പറയുന്നത് ഈ മരണപ്പെട്ടത് വ്യാഴാഴ്ച എന്നാണ് പറയുന്നത്. ഇവർ ഈ പോസ്റ്റർ അടിച്ചു വയ്ക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ്. അപ്പോൾ അതിലൊരു ദുരൂഹത ഉണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ നാട്ടുകാരെയോ സ്ഥലം വാർഡ് മെമ്പറെയോ മറ്റു ആൾക്കാരെയോ ഒക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് അറിയിക്കുകയും സമാധിയാകാൻ എൻ്റെ അച്ഛൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമാധിയാവുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇത് ഇത്തരത്തിലൊന്നും പറയാതെ ഇവർ തന്നെ അങ്ങ് സമാധി ഇരുത്തുകയാണ്. ഇതിനൊരു സാക്ഷികളില്ല, ഇവരല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. ഇന്ന് 5 ദിവസം പിന്നിടുമ്പോഴും ഇത് വളരെ ഒരു ദുരൂഹതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ പെട്ടെന്ന് വന്നതൊരു RSS BJP പോലൊരു സംഘടന ഏറ്റെടുക്കുകയും അതിൻ്റെ പിന്നാമ്പുറത്ത് അവരെന്തോ അണിയറയിൽ ഒരു ശ്രമം നടത്തുകയും പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ ഈ അടുത്തുള്ള അയൽവാസികൾ എന്നുള്ള നിലയിലാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും വിവിധ സംഘടനയുടെ ആൾക്കാരും ഉണ്ട്. ഇതിൽ അതൊന്നുമില്ല. ഇതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് എന്താണെന്ന് ഇതിൻ്റെ നിജസ്ഥിതി അറിയണമെന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. മരണപ്പെട്ടതൊരു മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ നമ്മളത് വരേണ്ടതുണ്ട്. അദ്ദേഹം അതിനകത്തുണ്ടോ എന്നറിയേണ്ടതുണ്ട്. ഇതിങ്ങനെ പറയുന്നെങ്കിലും നമ്മളത് കണ്ടാൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അദ്ദേഹം അതിനകത്തുണ്ടെന്ന്. 2 കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. അതിനകത്ത് ആളുണ്ടോ, അദ്ദേഹം സമാധിയായതാണോ, ഇത് രണ്ടും നമുക്കറിഞ്ഞാൽ മതി. അദ്ദേഹം അതല്ലാതെ വേറൊരു സംഗതി നമുക്കിതിലില്ല. സത്യാവസ്ഥ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇനിയും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ പൊളിക്കാതിരുന്നാലും പിന്നെ ക്രൈം കൂടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായ കാര്യം. ഇതിപ്പം പൊളിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇനിയും പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് പൊളിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും അതിൽ കുറ്റം ചെയ്തിട്ടുള്ളവർ ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോകും. അവർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമായി. മനസ്സിലായില്ല, അങ്ങനെ ഒരു സംഭവം കൂടെ ഇതിലുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. അറിഞ്ഞിട്ട് ഇവിടെ പൊളിക്കണ്ടെന്ന് പറയുന്നത് എല്ലാം വെളിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഈ നാട്ടുകാരും പറഞ്ഞിട്ടില്ല. നാട്ടുകാർ കൃത്യമായിട്ട് പറയുന്നത് പൊളിച്ച് എന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ എല്ലാ നാട്ടുകാരുടെ എല്ലാ അഭിപ്രായം. ഈ
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം പുറത്തുനിന്ന് ഈ പാറശാല പരശുവെക്കൽ അങ്ങനെ കുടുംബം നാട്ടുകാർക്കൊപ്പം എല്ലാം നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കുടുംബം ആ ഒരു ആവശ്യം അത് പൊളിക്കരുതെന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു വസ്തുതയല്ലേ സാർ? ഇതെന്താ നിങ്ങൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടുകാരെ അറിയിക്കില്ലയോ? ഒറ്റ ചോദ്യം, നിങ്ങൾ ഈ വാർത്തയും കൊണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അച്ഛൻ മരിച്ചാൽ നിങ്ങളെ വീട്ടുകാരെയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ ബന്ധുക്കളെ ഇത് അറിയുക. പക്ഷേ ഇത് ഈ സമയത്ത് ഈ വീട്ടുകാരെ ഇത് ആരും അറിയിച്ചില്ല. അത് ഒരു ദുരൂഹ മരണമെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ജീവസമാധി എന്ന് പറഞ്ഞത് ഇങ്ങനെ ജീവസമാധി ആകുമ്പോൾ ഒന്നുകിൽ അകത്ത് വെച്ച് ജീവനോടും കൂടി അടക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ച് മരിച്ചതിന് ശേഷം കൊണ്ട് പുറത്ത് വെച്ച് ഇങ്ങനെ മരിച്ചതിന് ശേഷം കൊണ്ട് അടക്കാം. അത് മരിച്ചതിന് ശേഷമുള്ള അത് സമാധി, ജീവസമാധി ആയെന്നാണ് പിള്ളേർ പറയണത്. അത് ഉള്ളതില്ലാതെന്ന് അറിയില്ല. പക്ഷേ മിക്സിങ് കൊണ്ട് ആൾ സമാധി എന്നും പറയണം. പക്ഷേ ഇത് രണ്ടും ഇപ്പം ആൾക്ക് തീർപ്പാക്കാൻ പറ്റുന്നില്ല. പക്ഷേ രാവിലെ വന്ന മറ്റേ ഇതിൻ്റെ ഒരു പ്രസിഡന്റ് പറഞ്ഞായിരുന്നു കാര്യം. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ തന്തയില്ലാത്തമാരാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെ തന്തയെ മരിച്ചാൽ ഇതേപോലെ ചെയ്യുമെന്നാണ് ഞാൻ നോക്കണത്. അത് വിശ്വഹിന്ദുത്തിൻ്റെ ഒരു ഇത് പ്രസിഡന്റ് വന്നായിരുന്നു. അങ്ങനെ അച്ഛൻ മരിച്ചാൽ അങ്ങനെ ഇത് ആരും അറിയിക്കായിരുന്നു വീടിനകത്ത് ഇത് അടക്കുമോ? ഗോപൻ സ്വാമിയുടെ തിരോധാനം നമുക്കറിയണം, അതെന്താണെന്നുള്ള സത്യാവസ്ഥ അറിയണമല്ലോ. നമ്മുടെ നാട്ടിൽ നമുക്ക് അത് അറിഞ്ഞാലേ പറ്റുള്ളൂ. അതിന് വേണ്ടി ഇത് വർഗീയമായി കൊണ്ടുപോകുന്നത് BJP സംഘപരിവാർ വാസിസ്റ്റുകളുടെ ഒരു ഗൂഢലക്ഷ്യമാണോ സംശയമല്ല, യാഥാർത്ഥ്യമാണ്. നമ്മളത് കണ്ടതാണ്. ഇവിടെ പച്ചക്ക് അത് പറഞ്ഞാൽ മറ്റുള്ളവരല്ല വർഗീയത പറഞ്ഞത്. കൃത്യമായിട്ട് ഈ ഫാസിസ്റ്റ് ഈ RSS BJP സംഘപരിവാറിലുള്ള വിശ്വ പരിഷത്തിൻ്റെ ആൾക്കാരാണ് ഇവിടെ പച്ചയ്ക്ക് വർഗീയത മുസ്ലിം തീവ്രവാദികളെന്ന് പച്ചയ്ക്ക് പറഞ്ഞത് അവരാണ്. അവര് മൊത്തത്തിൽ നമ്മളിവിടെ മൊത്തത്തിൽ എല്ലാവരും നിൽക്കുകയല്ലേ, നാട്ടുകാരാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്.